ഞാൻ പറഞ്ഞില്ലേ സുസ്മിതേ, എനിക്കൊരു യാത്രയുണ്ടെന്ന്. അപ്പോ പോയിട്ട് വന്നിട്ട് നമുക്ക് വിശദമായിട്ടൊന്ന് കാണാം. നീ വിഷ്ണുവേട്ടനെ കണ്ടു എന്നല്ലേ പറഞ്ഞത്? അവിടം തൊട്ട് നമുക്ക് സംസാരിക്കാം. നീ എവിടെ വെച്ചാ കണ്ടത്? ബാംഗ്ലൂർ വെച്ച്. ബാംഗ്ലൂരിൽ എവിടെ വെച്ച്? മെട്രോയിൽ വെച്ചാ കണ്ടത്. അതുകൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല. ശാലിനിക്ക് വേണമെങ്കിൽ ബാംഗ്ലൂർ വന്നൊന്ന് അന്വേഷിക്കാവുന്നതാണ്. എനിക്കിപ്പോ ഒരു യാത്രയുണ്ട്, ഒരു പ്രധാനപ്പെട്ട യാത്ര. അത് കഴിയുമ്പോ ആലോചിക്കാം. മോളെ മോളെ ഇവിടെ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോ നമ്മുടെ വിഷ്ണുവിനല്ലേ ആദ്യം തിരക്കേണ്ടത്. വിഷ്ണുവേട്ടൻ എവിടെയുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സത്യമേ. നിന്റെ എല്ലാ കഥകളും പറഞ്ഞുകൊണ്ടുള്ള ഈ വരവുണ്ടല്ലോ, അതില് ഈ പാവം സത്യാമ്മയെ കുഴി ചാടിക്കാം. എന്നെ അതിന് കിട്ടില്ല. എന്തായാലും വന്ന് ഇത്രയും കള്ളങ്ങൾ പറഞ്ഞൊപ്പിച്ചതല്ലേ, എന്തെങ്കിലും വയറ് നിറച്ച് കഴിച്ചിട്ട് പോയാ മതി. വയറ്റിപ്പഴപ്പിന് നടക്കുന്നവൾക്ക് ഞാൻ കാരണം ഒന്നും കിട്ടാതിരിക്കണ്ട. സത്യമേ, നമുക്ക് വിഷ്ണുവേട്ടനെ കണ്ടുപിടിക്കാം. അതിനു മുമ്പ് എനിക്കൊരു അത്യാവശ്യ യാത്രയുണ്ട്. സുസ്മിത, എന്റെ മകനെ നീ കണ്ടെന്ന് പറഞ്ഞത് സത്യമാണോ? ശരിക്കും നീ അവനെ കണ്ടോ? പിന്നെ വിഷ്ണുവേട്ടനെ കണ്ട എനിക്കറിയാൻ പാടില്ലേ? ഇതെന്ത് ചോദ്യ ഭാമാൻറ്റി? ഭാമേ, ഭാമേ, ഇവിടെ ഇതിനെവിടെ കയറ്റിയത്? അങ്കിൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഇവിടെ എന്തിനാ കയറ്റിയെന്നു? നിനക്കെന്താണ് ഇവിടെ കാര്യം? ഇപ്പൊ ഇറങ്ങണ വീട്ടിൽ നിന്ന്, ഇറങ്ങണ വീട്ടിൽ നിന്ന്. ഇറങ്ങാനാ പറഞ്ഞേ. അങ്കിളെ, ഞാൻ വിഷ്ണുവേട്ടനെ കണ്ടു. എന്നിട്ട് അവൻ നിന്നെ ജീവനോട് വിട്ടോ? ഭാമേ, ദേ ഇവിടെ ഇറങ്ങി ഇപ്പൊ വിടണം. വിഷ്ണു, 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 ഇയാൾക്കെന്താ സമനില തെറ്റിയോ? വിഷ്ണുവിനല്ലേ കാണാതായിരിക്കുന്നേ? എടാ വിഷ്ണു, ഇങ്ങോട്ടാ വിളി പിടിച്ച് പുറത്താക്കടാ. എനിക്കിഷ്ടമില്ലാത്തവരൊന്നും ഇവിടെ വേണ്ട. ആ ഡാ വിഷ്ണുവേ, മക്കളെ വിഷ്ണു, ഇങ്ങോട്ടാ, ഇങ്ങോട്ട് പോടാ. ഇവിടെ ഇങ്ങോട്ട് കയറിയൊന്നുമില്ലേ? അടിച്ച് പുറത്താക്കടാ അവളെ. എനിക്കിവിടെ കാണണ്ട. ഇവിടെ ഇവിടെ ഇറക്കി വിടാനാ പറഞ്ഞേ. അച്ഛാ, ഞാൻ ഇറക്കി വിട്ടോളാം. പിള്ളച്ചേട്ടാ, അച്ഛനകത്തേക്ക് കൊണ്ടു. ശരി മോനെ. നിനക്കെന്താണ് ഇവിടെ കാര്യം? വാ സാറേ, നമുക്ക് അകത്തേക്ക് പോവാം. സാറേ വാ. അച്ഛാ, നീ ഇവിടെ അടിച്ച് പുറത്താക്കടാ. അച്ഛാ, അവളെ പുറത്താക്കാം. അച്ഛനിങ്ങി വന്നേ. വാ വാ അച്ഛാ, പുറത്താക്ക വന്നേ. ആ അച്ഛാ വാ. ഇവിടെ നിനക്ക് അറിയാലോ, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തോളാ. അച്ഛാ എന്റെ കൂടെ വാ. ആ പുറത്താക്കടാ. എന്റെ അച്ഛാ, അച്ഛനൊന്ന് വന്നേ. എനിക്കിവിടെ കാണണ്ട. വിളി പിടിച്ച് പുറത്താക്കടാ. ഇതെന്താ ഭാമാൻറ്റി, വിഷ്ണു എന്ന് വിളിച്ചപ്പോ അവൻ കയറി വന്നത്? അവൻ വിഷ്ണു എന്ന് വിളി കേൾക്കുകയും ചെയ്തല്ലോ. എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അവന്റെ പേരും വിഷ്ണു തന്നെയാ? അല്ല, അത് ശിവന്. വിഷ്ണുവിനെ കാണാതായതിനു ശേഷം രാഘവേട്ടൻ അവനെ വിഷ്ണുവായിട്ട് കരുതിയിരിക്കുന്നത്. പറഞ്ഞു മനസ്സിലാക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. ഓ,
അപ്പൊ ഇതാണ് ശിവൻ. വിഷ്ണുവായി അമ്മായച്ചന്റെ മുന്നിൽ മാത്രമാണോ അഭിനയിക്കുന്നത്, അതോ കളക്ടർക്ക് മുന്നിലും അഭിനയിച്ച് തകർക്കുന്നുണ്ടോ? കണ്ടിട്ട് ഇവൻ അതിനും എടുക്കാനാണെന്ന് തോന്നുന്നു. മോൾ എന്താ ആലോചിക്കുന്നത്? ഞാൻ നമ്മുടെ വിഷ്ണുവിനെ കുറിച്ച് ഓർക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ സുസ്മിതേ, എനിക്കൊരു യാത്രയുണ്ടെന്ന്. അപ്പോ പോയിട്ട് വന്നിട്ട് നമുക്ക് വിശദമായിട്ടൊന്ന് കാണാം. നീ വിഷ്ണുവേട്ടനെ കണ്ടു എന്നല്ലേ പറഞ്ഞത്? അവിടം തൊട്ട് നമുക്ക് സംസാരിക്കാം. സത്യമേ, പോയിട്ട് വരാം. ശരി, പോവാം. അപ്പൊ അമ്മായിയച്ച മാത്രമല്ല, മരുമോളും ശിവനെ വിഷ്ണുവായിട്ട് തന്നെയാ കാണുന്നത്. പിന്നെ എങ്ങനെയാടാ ശിവ നീ ആ പാവൻ ഡെയ്സി ഓർക്കുന്നത്? ആ പാവം അവിടെ കരഞ്ഞും വിഴിഞ്ഞും നടക്കുന്നുണ്ട്, നീ ഇവിടെ ഇവളെയും കൊണ്ട് നാട് ചുറ്റുന്നു. ഈ പോക്ക് ഇത് നിനക്ക് നാശത്തിനാടി, നിന്റെ സർവനാശത്തിന്. സുസ്മിതയാ പറയുന്നത്. ഇന്നു മുതൽ നീ എണ്ണിക്കോ, കഷ്ടകാല കടലിലേക്കാ നീ വന്ന് വീഴാൻ പോകുന്നത്. വീണില്ലെങ്കിൽ ഞാൻ വീഴ്ത്തും. മോളെ, വിഷ്ണുവിനെ പറ്റി മോള് വേറൊന്നും പറഞ്ഞില്ല. പറയാം, അതിനുവേണ്ടിയല്ലേ ഭാമാൻഡി ഞാൻ വന്നത് തന്നെ.